കല്ലുപ്പാണോ വൈശാഖ? ഇതേ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുക എന്തിന്? കറി ഉണ്ടാക്കാനും അല്ലെങ്കിൽ കഞ്ഞിയിലിടാനും അല്ലെങ്കിൽ വേറെ എന്തിനും ഒരേ ഉപ്പ് എടുത്തിട്ടല്ലേ ചെയ്യുക. പക്ഷേ ഇവർ പലതിനും സബ്ജിക്ക് വേറെ ഉപ്പ്, അതല്ലെങ്കിൽ മറ്റ് പാനീയങ്ങൾക്ക് വേറെ ഉപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. എന്തായാലും നല്ലൊരു കാഴ്ചയാണെന്ന് മാത്രമല്ല പാകിസ്ഥാനി ഉപ്പ് ആണ് ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയത്. कोई नमक नहीं है हिंदुस्तान के अंदर, कोई नमक नहीं है इसके अंदर। ये सारे हिंदुस्तान में खाते हैं लोग इसको। पाकिस्तानी है ना, इसको सब हिंदुस्तान में बरतते हैं लोग। ये सिंधा नमक होता है, शुद्ध नमक होता है, ये बढ़िया नमक। വെയിറ്റ് ഉണ്ട്. ഓ 2 കിലോ है क्या? 2 किलो है, 4-5 किलो, 4-5 കിലോ ഉണ്ടോ? ഇതാ ഭയങ്കര കനായി. 20 കിലോ 20 കിലോ ഉണ്ടാവുന്ന പറയുന്നത്. ഈ ഉപ്പിന് 200 രൂപയാണ് കിലോന്. 200 രൂപ. പാകിസ്ഥാനി ഇതാണ് പാകിസ്ഥാനി ഉപ്പ്. ഏ കളർ നമ്മുടെ ഉപ്പിനേക്കാളും കുറച്ചുകൂടി ഒരു കുത്തുന്ന പോലെ. आपका गांव किधर है? गाँव हरियाणा के, हम रतिया रहते हैं। गांव पे कब जा रहा है? गाँव में हम चलते फिरते रहते हैं, गाँव में नहीं जाते हम। गाँव तो इधर से माल भेजते हैं इधर। कौन जीतेगा उधर? क्या पता जी, क्या पता सर, जो अच्छा काम करेगा वो जीतेगा बेचारा कोई है। ഈ ബാലുറാംജിയെ മനുഷ്യരുടെ ജീവിതമാണ്. ഇദ്ദേഹം ഈ സ്വന്തം വണ്ടിയാണ്. ഈ വണ്ടിയിൽ തന്നെ താമസിക്കാനും ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. ഇതുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് വിൽപ്പന നടത്തി ഇങ്ങനെ ജീവിച്ച് പോവാണ്. എന്തായാലും പാകിസ്ഥാൻ ഉപ്പിൻ്റെ പലതരം ഉപ്പുകളുണ്ട്, നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ്. ബാലുറാമിനെ പോലെ ഒരുപാട് പേരുണ്ട്, അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. അതും പറഞ്ഞു നമ്മളോട്. നമ്മുടെ യാത്ര തുടരാം. ബുള്ളറ്റിൽ ഭഗത് സിംഗിൻ്റെ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കാം. വൈശാഖെ പോവാം നമ്മൾ. थैंक यू भाई। मसूरी भेजा करो, बढ़िया यार, फायदा ही होगा किसी को। हाँ यार, किसी गरीब आदमी का फायदा हो जाए तो बढ़िया ही है। ओके भाई साहब, ओके बाय।